ഇനി നമുക്ക് സിംഹത്തെ പറ്റിച്ച സൂത്രശാലിയായ കുറുക്കന്റെ കഥ കേട്ടാലോ? പതിവ് പോലെ സിംഹരാജൻ ആഹാരം തേടി ഇറങ്ങി. പക്ഷേ വളരെ നേരം തിരഞ്ഞിട്ടും ഒരു ഇരയെപ്പോലും അവൻ കണ്ടില്ല. അങ്ങനെ വിശന്ന് തളർന്നു നടക്കുമ്പോൾ അവനൊരു ഗുഹ കണ്ടു. അവൻ ചിന്തിച്ചു, തീർച്ചയായും ഈ ഗുഹയിൽ ഒരു മൃഗം കാണും. ജീവി പുറത്തു വന്നാലുടൻ ഭക്ഷണമാക്കാം. അങ്ങനെ അവൻ ഗുഹയ്ക്കടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറി പതുങ്ങിയിരിപ്പായി. കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു ജീവി പോലും വരാതിരുന്നപ്പോൾ ഇതിനുള്ളിലെ ജീവി പുറത്തു പോയിട്ടുണ്ടാകും എന്ന് അവന് മനസ്സിലായി. തിരിച്ചു വരുന്ന ജീവിയെ ചാടി പിടിക്കാമെന്ന് കരുതി അവൻ ഗുഹയ്ക്കുള്ളിൽ കയറി. സൂത്രശാലിയായ ഒരു കുറുക്കന്റെ ഗുഹയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറുക്കൻ തിരിച്ചെത്തി. ഗുഹയ്ക്കുള്ളിൽ കയറാൻ തുടങ്ങിയപ്പോൾ പുറത്ത് മറ്റൊരു ജീവിയുടെ വലിയ കാൽപ്പാടുകൾ അവൻ കണ്ടു. അവന് കാര്യം മനസ്സിലായി. ഏതോ ജീവി എന്നെ ഭക്ഷണമാക്കാൻ അകത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അവൻ ഗുഹയോട് ഉറക്കെ ചോദിച്ചു, ഹേ ഗുഹേ, ഹേ ഗുഹേ. കുറുക്കന് മറുപടി ഒന്നും കിട്ടിയില്ല. വീണ്ടും അവൻ ചോദിച്ചു, ഹേ ഗുഹേ, ഹേ ഗുഹേ, നീ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത്? നീ എന്നോടൊന്നും സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. ഇന്ന് നിനക്കെന്ത് പറ്റി? നീ എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് കാട്ടിലേക്ക് പോകും. ഗുഹയ്ക്കകത്തിരിക്കുന്ന സിംഹരാജൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മടയനായ സിംഹം ഈ ഗുഹയെന്നും കുറുക്കനോട് സംസാരിക്കാറുണ്ടെന്നും ഇന്ന് എന്നെ പേടിച്ചാണ് സംസാരിക്കാത്തതെന്നും കരുതി. അതുകൊണ്ട് ഇരയെ നഷ്ടപ്പെടാതിരിക്കാൻ ഗുഹയ്ക്ക് പകരം അവൻ സംസാരിച്ചു. വരൂ സഹോദര, വരൂ. നീ എന്താണെന്ന് ഇത്ര വൈകിയത്? സിംഹത്തിന്റെ ശബ്ദം കേട്ട കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. കുറേ നേരമായിട്ടും അനക്കമൊന്നും കേൾക്കാതിരുന്നപ്പോൾ സിംഹം ഗുഹയ്ക്ക് പുറത്തു വന്നു. പക്ഷെ ഒരു ജീവിയെപ്പോലും പുറത്ത് കാണാതിരുന്നപ്പോൾ അവന് തനിക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായി. അവൻ നാണിച്ച് തല താഴ്ത്തി. ബുദ്ധിശാലിയായ കുറുക്കൻ തക്ക സമയത്ത് തന്റെ ബുദ്ധി പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ടു.